പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബദലായി ഡൽഹിയിൽ സമാന്തര അയ്യപ്പ സംഗമം. ഭക്തജന കൂട്ടായ്മയുടെ പരിപാടി പ്രതിഷേധമല്ല എന്ന് സംഘാടകർ പക്ഷേ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടക്കുന്നു എന്ന് പരിപാടിയുടെ രക്ഷാധികാരി MKG പിള്ള മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായി ഒരു സമാന്തര അയ്യപ്പ സംഗമം ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അത് ആർക്കേപുരത്തെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് നടത്തുന്നത്. അതിൻ്റെ മുഖ്യ സംഘാടകർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരായിട്ടല്ല, അല്ലെങ്കിൽ ഒരു ബദലായിട്ടൊന്നും അല്ല ഇത് സംഘടിപ്പിക്കുന്നത്. ഇത് നമ്മൾ ഡൽഹിയിലെ ഭക്തജനങ്ങൾ, ഇതിലെല്ലാ സാംസ്കാരിക സംഘടനകളും സാമുദായിക സംഘടനകളും ഡൽഹിയിലെ NCRലുള്ള എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളും എല്ലാ അയ്യപ്പ പൂജാ കമ്മിറ്റികളും ചേർന്നുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കണമെന്നും ശബരിമല അയ്യപ്പ ക്ഷേത്രം ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്നും അതുപോലെ തന്നെ 2018 ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആവശ്യമായിട്ടാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച എന്നുള്ള ദിവസം അവർക്ക് വളരെ വിശ്വാസമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഒരു കോയിൻസിഡൻസ് ആണ് ഇന്ന് തന്നെ ഇത് നടത്തുന്നത്, അല്ല അതിന് ബദലായിട്ടല്ല. എന്തൊക്കെയോ രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ വെച്ചിട്ട് അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ പമ്പയിൽ നടക്കുമ്പോൾ അവിടെ ഈ പണ്ട് ഇതിന് ഈ അയ്യപ്പ ഭക്തന്മാർ നിരപരാധികളായിട്ടുള്ള എത്രയോ ഭക്തന്മാരെ ജയിലിലടച്ചു. എത്ര പേർക്കെതിരായിട്ട് കേസുണ്ട്. ആ കേസ് പോലും പിൻവലിക്കാതെ ഞങ്ങളിപ്പോൾ അയ്യപ്പൻ സംഗമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരുദ്ദേശം സാധാരണക്കാർക്ക് മനസ്സിലാകും. അല്ല, അപ്പോഴൊരു ദുരുദ്ദേശം ഉണ്ടെന്നാണ് അപ്പോൾ പറയുന്നത്. അതിനകത്ത് ഒരു ദുരുദ്ദേശം ഉണ്ടോ? അവർക്ക് രാഷ്ട്രീയമാണ്. ഇലക്ഷൻ അടുത്ത് വരികയില്ലേ. ആ സനാതന ധർമ്മത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് ആത്മീയമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അയ്യപ്പൻ്റെ കാനനവാസ അമ്പലത്തിലേക്ക് പോകുന്നതിന്. അങ്ങനെയുള്ളതിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയവരാണ് ഈ നടത്തുന്നത്. ഈ ലേലം വിളിച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓരോന്ന് ഡയമണ്ടെന്നോ ഗോൾഡെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ടല്ലോ. ശരിക്കുള്ള ഭക്തന്മാർ അവരെ പിന്നോട്ട് തള്ളുകയും അവർക്ക് അവിടെ നിരാശപ്പെട്ട് തിരിച്ചു പോകേണ്ടിയും വരും. ഇതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാൽവയ്പ്പാണ് എന്ന് ഭക്തജനങ്ങൾക്ക് കൂടെ മനസ്സിലായതുകൊണ്ടാണ് ഇന്നത്തെ ഈ സംഗമം നടത്തുന്നത്. ഈ സംഗമത്തിൽ അവർക്ക് പ്രഖ്യാപിക്കാം 2018 നാമജപത്തിൻ്റെ പേരിലെടുത്ത കേസുകൾ ഇത് പിൻവലിക്കാൻ അവർക്ക് വേണ്ടി പ്രഖ്യാപിക്കാം. അത് ചെയ്യണം. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായിട്ടോ പ്രതിഷേധമായിട്ടോ എന്നല്ല, മറിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള മലയാളികളായിട്ടും അല്ലാതെയുമുള്ള അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നു എന്നുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ പല ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെല്ലാം ശബരിമലയ്ക്ക് വേണ്ടിയാണെന്ന് കൂടിയാണ് എന്തായാലും ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജഗദീഷ് ബിഷ്ണുവൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.